ഒന്നില് ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോൾ വണ്ടി പാസ്സായി പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിന് മുമ്പേ ഇങ്ങ് പോകുന്നുണ്ട്. കുറേ നേരം കൊണ്ട് ആവശ്യമുണ്ട്. ആ എന്ത് പറ്റിയായിരുന്നത്? ഓവറോട് കാറ്റ് പിടിച്ചാ? നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം രണ്ടാമതിപ്പോൾ ബെല്ലാരിക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഞാൻ ബെല്ലാരിക്ക് പോകുന്ന വഴിക്കാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 40-50 കിലോമീറ്റർ കൂടെ ഉള്ളൂ ബെല്ലാരി. ബെല്ലാരി അല്ല, തോറങ്കലിലേക്കുള്ള തോറങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ അവിടെ ഇനി ഒരു 70 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ വൈകിട്ടാവും എത്തുമ്പോഴേക്കും. ഇനിയിപ്പം ഇന്ന് തോറങ്കലിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ലീവിന് ഇറങ്ങുകയാണ്. 1-ാം തീയതി തൊട്ട് ലീവ് പറഞ്ഞിട്ടുണ്ട് 4 ദിവസത്തേക്ക്. ഇനി 5-ാം തീയതി വരത്തുള്ളൂ. അപ്പം ഇന്നത്തെ കൊണ്ട് പ്രശാന്തിൻ്റെ എൻ്റെ കൂടെയുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആൾ ജോലിക്ക് കയറിയാൽ മതി. അപ്പം ഇനി നാട്ടിൽ പോയതിന് ശേഷം തിരിച്ചു വരത്തുള്ളൂ. ഇനി നാട്ടിൽ പോയതിന് ശേഷം മാത്രമേ ഇനി പ്രശാന്ത് തിരിച്ചു വരത്തുള്ളൂ. നാട്ടിൽ പോയി ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട്. കാരണം ഫ്രീ ആയാൽ മാത്രമേ ഇവിടെ വണ്ടിക്കകത്ത് വന്ന് കയറാൻ പാടുള്ളൂ. കാരണം പെട്ടെന്ന് ഒരു 5-6 ദിവസം നിന്നിട്ട് പിന്നെയും ലീവ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നേരത്തെയൊക്കെ ഓക്കെ ആയിരുന്നു. അത് നേരത്തെ പറഞ്ഞിട്ട് ഇതേമാതിരി എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റും. അല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം നമ്മൾ ജോലിക്ക് വന്ന് കയറണമെങ്കിൽ. അതുകൊണ്ട് ഇനി ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞിട്ട് പ്രശാന്ത് വന്ന് ജോലിക്ക് കയറുള്ളൂ. ഓൾറെഡി രഞ്ജിത്ത് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ അടുത്ത് എൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട്, അതായത് കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ആ വണ്ടിക്കകത്ത് വെച്ചു, മാറ്റിക്കഴിഞ്ഞു. അതിനുശേഷം ഞാനിപ്പം ബെല്ലാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞാൻ വണ്ടി വർക്ക്ഷോപ്പിൽ ആക്കിയിട്ട് നേരെ ലീവിന് ഇറങ്ങും. അതാണ് പ്ലാൻ. ഞാനിപ്പേ പ്രശാന്തിൻ്റെ അടുത്ത് ചോദിക്കാം, പ്രശാന്തിൻ്റെ എന്തായിരുന്നു ഈ ഇപ്പം എൻ്റെ കൂടെ എന്നാ പ്രശാന്ത് വന്നത് ഇവിടെ? 10-ാം തീയതി. ഈ മാസം 10-ാം തീയതി വന്നാണ്. ഇന്നിപ്പോൾ 30-ാം തീയതി ആയി. ഇല്ല, ഇന്ന് 30-ാം തീയതി അല്ലേ? അല്ല, 31-ആയി. അപ്പോൾ ഇത്രയും ദിവസത്തെ എന്തായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടോറസ് മാത്രം ഓടിക്കാൻ അറിയാൻ പാടില്ലല്ലോ. ട്രെയിലറിനുള്ള ആഗ്രഹം കാരണം വന്നു. അത് ആദ്യത്തെ ഒരു 2-3 ദിവസം വണ്ടി ഓടിക്കാൻ നിന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതും കഴിഞ്ഞ് എന്തായാലും ഇത്രയും ദിവസത്തിൽ കാര്യങ്ങളെല്ലാം സെറ്റായി, ഓടിച്ച് റിവേഴ്സ് ആയാലും ഒരു വണ്ടി ഒറ്റയ്ക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ലോഡ് വന്നാലും യാതൊരു കുഴപ്പമില്ലാതെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. യാതൊരു കുഴപ്പമില്ലാണ്ട് വണ്ടി കൊണ്ടുപോകാം. റിവേഴ്സ് ആയാലും കാര്യങ്ങളെല്ലാം. കാരണം വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടണം. എല്ലാവരും പറയണ മാതിരി 2 ട്രിപ്പ് ഓടിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും വണ്ടി നമ്മുടെ കയ്യിൽ സെറ്റ് ആവില്ല. 2 ആഴ്ചയെങ്കിലും നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയാൽ മാത്രമേ നമ്മളോട് ഇണങ്ങി വണ്ടി സെറ്റ് ആവുള്ളൂ. എന്തായാലും ഒരു ലോഡ് കൊണ്ടുപോകാം. ഒരു ലോഡല്ല, ഇനി തുറന്ന് അങ്ങോട്ട് ഓടിക്കാന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. പറയാനുള്ള ഇവിടെ വന്നിട്ട് വണ്ടി ഓടിക്കാൻ മാത്രമാണോ പഠിച്ചത്? വേറെ എന്തെങ്കിലും നമ്മള് പഠിക്കേണ്ട മെയിൻ സംഭവം വണ്ടി ഓടിക്കാൻ മാത്രം. അതൊരു സൈഡാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങോട്ട് പഠിച്ചോളൂ. പിന്നെ വേറെ ഒരുപാട് ജീവിത രീതികൾ നമ്മൾ പഠിക്കും. അത് വളരെ എന്താ പറയണേ, ഈ ഫീൽഡിൽ ഏറ്റവും അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുമല്ലേ? കുറെ കാര്യങ്ങള്, കുക്കിംഗ് ആയിക്കോട്ടെ, എന്താ പറയണേ, എങ്ങനെ ജീവിക്കണം, വളരെ
സന്തോഷം എത്ര ദിവസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ സന്തോഷം. ഇന്നലെ മിഞ്ഞാന്ന് പറയുമ്പോഴാണ് അറിയണത് 20 ദിവസം ആയെന്ന്. 20 ദിവസം ആയി എന്നുള്ളത് അറിയണേ. അതിന് വരുന്ന ആൾക്കാർക്ക് വരുമ്പോ മനസ്സിലാവും. അതെ, 10-15 ദിവസം എന്നും പറഞ്ഞിട്ട് വന്ന ആളാണ്. 20 ദിവസമായി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി ഇച്ചിരി മീൻകറിയും ചോറും കഴിക്കണമെന്ന്. സകല മീൻകറിയും ചോറും കഴിക്കണം. അതാണ് നമ്മുടെ നാട് വിട്ടാൽ പിന്നെ ചോറും കറികളൊക്കെ ഹോട്ടലുകളിൽ നോക്കണ്ട. ഞങ്ങൾ പിന്നെ അത്യാവശ്യം ജിയോ ചേട്ടൻ നല്ലൊരു കുക്കും കൂടെ ഉണ്ടോ, അത് പറഞ്ഞാ മതി. അപ്പൊ ഇന്നലെയൊക്കെ ഞങ്ങൾ ചിക്കൻ കറി ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ചോറൊക്കെ ഭംഗിയായിട്ട് കഴിച്ചു. എന്റെ ഉപ്പാവ് എങ്ങനെയുണ്ട്? ഉപ്പാവ് സൂപ്പറാണ്. നമ്മൾ മാക്സിമം വണ്ടി ഇപ്പൊ ഇവിടെ കയറി ഓടുമ്പോൾ മെയിനായിട്ട് കാര്യം നമ്മുടെ സാധനങ്ങൾ നമ്മൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഇതിന് ചോറൊക്കെ കഴിക്കാൻ തോന്നിയാൽ സ്വന്തമായിട്ട് എടുത്ത് ഉണ്ടാക്കി കഴിക്കാം. അതൊരു വലിയ സംഭവമാണ്. കടയിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് സെറ്റേ ആവില്ല. ഓരോ തമിഴ്നാട്ടിലൊരു രീതി, കർണാടകയിലൊരു രീതി, ആന്ധ്രയിൽ വേറൊരു രീതി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതുക എന്നുള്ളതാണ് വലിയ സംഭവം. പിന്നെ ആന്ധ്രയിലൊക്കെ പോകുമ്പോ ഇച്ചിരി കൂടുതൽ ബഹുമാനമൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കാര്യം നമ്മളെ കൂടുതൽ ബഹുമാനിക്കും അവിടുത്തെ ആൾക്കാർ. ചായക്ക് കുടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും കൈയൊക്കെ പൂപ്പിട്ടായിരിക്കും. അപ്പൊ ബഹുമാനം കാണിക്കുന്നിടത്ത് രക്ഷപ്പെട്ട് പോകണം. ചായക്ക് 30 രൂപയൊക്കെ അങ്ങോട്ട് മേടിച്ച് കളയും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ബഹുമാനം കാണിക്കുന്നിടത്ത് കയറാണ്ടിരിക്കുക, അതൊരു വലിയ സംഭവമാണ്. അതൊക്കെയാണ് കാര്യങ്ങള്. ബാക്കി നിങ്ങൾ വരുമ്പോ മനസ്സിലാവും ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യാം എന്നുള്ളത്. തന്നെ ആയിക്കോളൂന്നല്ലേ? അതെ, തന്നെ ആയിക്കോളും. സ്ഥലങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. ആളുകളുടെ ജീവിത രീതി നമ്മളിൽ നിന്ന് വ്യത്യാസമായിട്ട് എത്ര ടൈപ്പിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. നമ്മളൊക്കെ എന്തോരം ഭാഗ്യം ചെയ്തവരാണെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോഴൊക്കെ തോന്നും എന്തിനാണെന്നൊക്കെ തോന്നും അല്ലേ? നമ്മൾ എന്ത് കണ്ടിട്ടാ ഈ അഹങ്കരിക്കണേന്ന് തോന്നും ചിലപ്പോ. അതാണ് ലൈഫ്. ഇപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ, ഒരു റാപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ ഒരു പ്രശാന്തും ഞാനും ഒരുമിച്ച് അടുത്ത ഇപ്പൊ 2ാമത്തെ ആള് കമ്പനിയിൽ കയറാൻ പോകുന്നതാണ് എൻ്റെ കൂടെ വന്നിട്ട്. അപ്പം ഈ ഒരു ദിവസത്തോടെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. ഞാനൊന്ന് ലീവിനെടുക്കുന്ന ഇറങ്ങുകയാണ്. അപ്പം കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകും നാട്ടിലേക്ക്. എന്നിട്ട് തിരിച്ച് ഞാൻ ഒരു 5-ാം തീയതിയിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഒരു കാര്യം കൂടി, അടുത്ത വീഡിയോ ഒക്കെ കുറെ കൂടിയൊക്കെ നല്ല വീഡിയോ ഒക്കെ ആയിരിക്കും ഇനി. ഫോണും കാര്യങ്ങളൊക്കെ മാറാൻ പോവാണ്. നോക്കട്ടെ എന്താവോന്നറിയില്ല. ഈ ഫോണുമായിട്ട് ഒരുപാട് വർഷമായി ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് പുതിയൊരു ഫോൺ കിട്ടുമ്പോൾ എത്ര കണ്ട് എനിക്ക് യൂസ് ആവുമെന്ന് എനിക്കറിയില്ല.